എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടത് വളരെ ഹിന്ദുധർമ്മത്തിന്റെ ഒരു ഗതികേടാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു ഗതികേടാണ് എന്ന് സത്യത്തിൽ പറയാം. ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണത്തിന് മുന്നോടിയായിട്ട് ചന്ദ്രയാൻ പരീക്ഷണ വിക്ഷേപണത്തിന് മുന്നോടിയായിട്ട് ശാസ്ത്രജ്ഞര് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് ആളുകളാണ് മുന്നോട്ട് വന്നത്. ഇത്രയും ഭീകരമാണോ നമ്മുടെ അവസ്ഥ എന്നുള്ളത് ചിന്തിച്ചു പോകുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരം ആളുകൾ നമ്മുടെ പല പല സൈനിക മേഖലകളുമൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവരുടെ സ്ഥിതി? നമുക്ക് ഭാരതത്തിന്റെ ആത്മാവ് തന്നെ ഹിന്ദുധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. നമുക്കൊന്ന് നോക്കാം. ഓം വരച്ചതിനെ ശസ്ത്രപൂജയൊക്കെ എതിർക്കുന്നവർ പട്ടാളത്തിൽ പോയാൽ എങ്ങനെയിരിക്കും? ബീഹാർ റെജിമെന്റിലോ രാജ്കോട്ട് റെജിമെന്റിലോ ആണെങ്കിൽ വിളിക്കേണ്ടത് ജയ് ബജ്റംഗ് ബലി എന്ന് വെച്ചാൽ ഹനുമാൻ കി ജയ്. രജപുത്താന റൈഫിൾസിലാണ് ജോലിയെങ്കിൽ രാജാ രാമചന്ദ്ര കി ജയ്, അതായത് ശ്രീരാമചന്ദ്ര പ്രഭു ജയിക്കട്ടെ. പഞ്ചാബ് റെജിമെന്റിലോ സിഖ് റെജിമെന്റിലോ സിഖ് ലൈറ്റ് ഇൻഫൻട്രിയിലോ ആണെങ്കിൽ ഉറക്കെ വിളിക്കണം ബോലെ സോനിഹാൽ സത് ശ്രീ അകാൽ. പഞ്ചാബ് റെജിമെന്റിൽ ജ്വാലാമാതാക്കും ജയ് വിളിക്കണം. ഗഡ്വാൾ റൈഫിൾസിൽ ബദരീനാഥ പ്രഭുവിന് ജയ് വിളിക്കണം. കുമയൂണിലും ജമ്മു കാശ്മീർ റൈഫിൾസിലും ദുർഗയ്ക്ക് ജയ് വിളിക്കണം. ഇനിയിപ്പോ ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയിലോ ലഡാക്ക് സ്കൗട്ട്സിലോ ആണെങ്കിൽ വീണ്ടും ഉറക്കെ വിളിക്കണം ഭാരത് മാതാ കി ജയ്. ഗൂർഖ റൈഫിൾസിലാണെങ്കിൽ വിളിക്കേണ്ടത് ജയ് മഹാകാളി എന്നാണ്. മറാത്ത റെജിമെന്റിൽ ഹര ഹര മഹാദേവ, ഒപ്പം ഛത്രപതി ശിവാജി കി ജയ്. ഇനി മദ്രാസ് റെജിമെന്റിൽ പോയാൽ അതിന്റെ മുദ്രാവാക്യം തന്നെ അങ്ങനെയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 35-ാം ശ്ലോകത്തിന്റെ തുടക്കമായ സ്വധർമ്മേ നിധനം ശ്രേയ ആണ് മദ്രാസ് റെജിമെന്റിന്റെ മുദ്രാവാക്യം. ഇതൊക്കെ കണ്ട് സഹികെട്ട് വ്യോമസേനയിൽ പോകാമെന്ന് വെച്ചാൽ പിന്നെയും പണിയാണ്. വ്യോമസേനയുടെ മുദ്രാവാക്യം എടുത്തത് ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിൽ നിന്നാണ്. നഭസ്പർശം ദീപ്ത, ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. നാവികസേനയിൽ ചെന്നാലും കഥയിൽ മാറ്റമൊന്നുമില്ല. ശംനോവരുണ എടുത്തിരിക്കുന്നത് തൈത്തരീയോപനിഷത്തിൽ നിന്ന്. എങ്കിൽ പിന്നെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയുള്ളത് മഹാഭാരതത്തിലെ ധർമ്മോ രക്ഷതി രക്ഷിത. LICയിൽ ചെന്നാൽ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ യോഗക്ഷേമം വഹാമ്യഹം ആണ് മുദ്രാവാക്യം. ദൂരദർശനിൽ എന്തെങ്കിലും കാണാമെന്ന് വെച്ചാൽ അവിടെ സത്യം ശിവം സുന്ദരം. എങ്കിൽ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ ആകാശവാണി ഉപയോഗിച്ചാലോ എന്നാലോചിച്ചാൽ അവിടെ ഋഗ്വേദത്തിലെ ബഹുജന സുഖായ ബഹുജന ഹിതായ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയാൽ അവിടുത്തെ മുദ്രാവാക്യം യഥോ ധർമ്മസ്ഥതോ ജയ. മഹാഭാരതത്തിലെയാണ്. ഭാരതത്തിന്റെ ദേശീയ മുദ്രാവാക്യം തന്നെ മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത സത്യമേവ ജയതേ എന്നാണ്. ഇനി നമ്മുടെ ബ്രഹ്മോസ് റെജിമെന്റിന് എന്താണ്? സ്വാമിയേ ശരണമയ്യപ്പ.